അടിപൊളി പടം, മസ്റ്റ് വാച്ചാണ്. 2 മണിക്കൂർ താഴെ ഉള്ളൂ. നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു ഡോക്യുമെൻ്ററി സ്റ്റൈൽ പടമാണെന്ന് കരുതിയിട്ട് നിങ്ങൾ വരാതിരിക്കുക. അത് ഭയങ്കര ഫണ്ട് പടമാണ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് പടമാണ്. ഒരു 2030 2050 കാലഘട്ടത്തിലൊക്കെ നടക്കുന്ന ഒരു കഥയായിട്ടാണ്. ആ സമയത്ത് ഒരു പക്ഷേ കേരളത്തിൽ നടക്കാൻ പോകുന്ന ചില സംഭവ വികാസങ്ങളായിരിക്കാം. മസ്റ്റായിട്ട് വന്ന് കാണണം. ഒരു നഷ്ടമുണ്ടല്ലോ, ഒരു രൂപ നഷ്ടം വരും. ബ്രോ ആക്ച്വലി ഈ പടം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം എന്താണെന്ന് വെച്ചാൽ ഈ പടത്തിനകത്ത് ഇവർ പറയുന്നത് വെച്ചാൽ കുറച്ച് വർഷങ്ങൾക്ക് ഇപ്പുറം നമ്മുടെ കേരളം എങ്ങനെ ഉണ്ടെന്നുള്ളതാണ്. അതിനകത്ത് കുറച്ച് ടെക്നോളജിക്കലി അതും പിന്നെ സയൻസും പിന്നെ എല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്ത് പൊളിറ്റിക്സ് ഉൾപ്പെടെ അത് വളരെ രസകരമായിട്ട് ഇവർ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ആദ്യം എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ഇത് ചെയ്തതെന്നുള്ളത് അനാർക്കലി പറഞ്ഞ പോലെ എക്സ്പെരിമെൻ്റലാണ് സാധനം. പക്ഷേ ഇത് ഒരു 2 hours ഉണ്ടാവും. നമുക്ക് വളരെ രസകരമായിട്ട് എൻഗേജിങ് ആയിട്ട് തന്നെ ഈ പടം വന്നിട്ടുണ്ട്. പടം ഭയങ്കര രസമായിരുന്നു, ഭയങ്കര ഹ്യൂമറാണ്, ഭയങ്കര വിറ്റിയാണ്. പിന്നെ ഈ ജോണറിലൊരു മലയാള സിനിമ ആദ്യമായിട്ടാണ് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇത് നമുക്ക് ഒരുപാട് റെഫറൻസ് എടുക്കാൻ പറ്റും ഈ സിനിമയ്ക്ക്. ഈ ഹോളിവുഡിൽ നിന്ന് ഒരുപാട് ഇൻഡസ്ട്രി നടക്കും. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ പോലും ഈ കഥയെ ഇവിടെ വളരെ പെർഫെക്റ്റ് ആയിട്ട് റൂട്ട് ചെയ്തു എന്നതാണ് ഇതിനകത്ത് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഇത് ഭയങ്കര ഹ്യൂമറസ് ആണ്. ഇത് ഹ്യൂമർ ഇതിൻ്റെ ഒരു മെയിൻ എലമെൻ്റ് ആണ്. അത് ഒന്നും ഒരിടത്തും ഫോഴ്സ്ഡ് അല്ല എന്നതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പാട്ടായാലും എല്ലാം കറക്റ്റ് പ്ലേസ്മെൻ്റ് ആണ്, ഒട്ടും ഫോഴ്സ്ഡ് അല്ല, ഭയങ്കര വിറ്റിയാണ്, എൻജോയ് ചെയ്ത് കാണാൻ പറ്റും. 2 മണിക്കൂർ ടപ്പനെ പോവും. അത് വിഷ്വൽസ് ആയിരുന്നു. ഇത്ര ബഡ്ജറ്റിൽ അവർ അടിപൊളിയായിട്ട് അത് മേക്ക് ചെയ്തിട്ടുണ്ട്, പറയാനിരിക്കാൻ വയ്യ. എല്ലാ തരമൊന്നും പറയാൻ പറ്റത്തില്ല, പക്ഷേ അവർ ചെയ്തു വെച്ചതിന് നല്ലൊരു ഔട്ട്പുട്ട് അവരെടുത്തിട്ടുണ്ട്. സൂപ്പർ സീൻ, വേറെ ഒന്നും പറയാനില്ല. അതിൻ്റെ അകത്ത് പൊളി മാപ്പ സിനിമയായിരുന്നു, സൂപ്പർ. Yeah, it was a very good movie. Guardians of Galaxy in മലയാളം വേറൊന്നും പറയാനില്ല. വെറും സ്കൈഫൈ മാത്രമല്ല, ഒരു സിനിഫൈൽസിനൊക്കെയുള്ള ഒരു പണ്ടത്തെ മലയാളം മൂവീസ് ഒക്കെ എൻജോയ് ചെയ്യുന്നവർക്ക് കാണാൻ പറ്റിയ ടൈപ്പ് ഒരു മൂവിയാണ്. ഒരുപാട് ഹോമേജസ് ഉണ്ട്. സോ ഈവൻ ഓൾഡർ ജനറേഷന് സൈഫൈ ഇത് പറ്റില്ല, റിലേറ്റബിൾ അല്ലെങ്കിൽ പോലും ആ ഒരു മലയാളം ഇതുള്ളത് കൊണ്ട് എല്ലാവർക്കും വർക്ക് ആവുന്ന മൂവിയാണ്. അടിപൊളി. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ സാധാരണ കണ്ടുവരുന്ന നമ്മുടെ സിനിമകളിൽ ആ ഒരു രീതിയല്ല. ഓരോ ഡയലോഗ്സ് നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോ ഡയലോഗിനകത്ത് നമ്മളിപ്പോൾ പുറമേ നിന്ന് നോക്കുകയാണെങ്കിൽ പൊളിറ്റിക്സ് എന്ന് തോന്നും, പക്ഷെ അല്ല. ഓരോ ഡയലോഗിനകത്ത് അവർ കൃത്യമായിട്ടുള്ള നമുക്ക് ഇവരൊരു കാണിച്ചിരിക്കുന്നത് നമ്മൾ പോസ്റ്റ് അപ്പോക്കാലിപ്റ്റായിട്ടുള്ള ഒരു സമയത്ത് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ അത് നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യമായിട്ട് കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ പല കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, കണ്ടിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഡയലോഗ്സ് അടിപൊളിയാണ്, അതിനകത്ത് ചെറിയ നർമ്മങ്ങൾ, ഫുൾ ഓൺ കോമഡി ആയിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ കണ്ടതാണ്, പക്ഷേ കുഴപ്പമില്ലായിരുന്നു. കൊള്ളാം, നല്ല സിനിമയാണ്, എല്ലാവർക്കും കാണാൻ മസ്റ്റ് വാച്ച്. കൊള്ളാം, കുഴപ്പമില്ല, ഫാമിലി മൂവിയാണ്. പിന്നെ കുഴപ്പമില്ല, കണ്ടിരിക്കാൻ കൊള്ളാം, അത്ര കണ്ടിരിക്കാൻ കൊള്ളാം. പടം കിടിലാണ്. നമ്മളെ മലയാളത്തിൽ അധികം സയൻസ് ഫിക്ഷൻ പടങ്ങൾ വന്നിട്ടില്ല. അപ്പോൾ ഇത് അതിൽ ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം നിലവിൽ. കാരണം VFX വർക്കായാലും ഫുൾ എൻ്റർടൈൻമെൻ്റ് ആണ്, 0 ലാഗാണ്. എല്ലാവരുടെ പെർഫോമൻസ് എല്ലാം അടിപൊളിയായിട്ടുണ്ട്. 2050 നടക്കുന്നൊരു കഥ, അത് എങ്ങനെയായിരിക്കും, ആ വേൾഡ് എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ളതെല്ലാം, അതുപോലെ തന്നെ പൊളിറ്റിക്സും എല്ലാം അതിൽ മിക്സ് ചെയ്ത് ആണ് കാണിക്കുന്നത്. മൊത്തത്തിൽ അടിപൊളിയായിട്ടുണ്ട്. സാധാരണ ഈ ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ ആർക്കൊന്നും മനസ്സിലാവില്ല. ഈ ട്രെയിലർ ഇല്ല, പക്ഷേ ഈ പടം കാണുമ്പോൾ മനസ്സിലാവും. അങ്ങനെ ഭയങ്കര ബുദ്ധിജീവി ചമഞ്ഞ് കണ്ട പടമൊന്നുമല്ല, ആൾക്കാർക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ അതിനകത്തുള്ളൂ.